ദേശീയപാതകളിൽ ടോളിനായി ഫാസ്ടാഗിന്റെ വാർഷിക പാസ് ഓഗസ്റ്റ് 15-ന് നിലവിൽ വരും. സ്ഥിരം യാത്രക്കാർക്ക് 3000 രൂപയ്ക്ക് 200 തവണ അല്ലെങ്കിൽ 1 വർഷ കാലാവധി അനുവദിക്കുന്നതാണ് പാസ്. ഒരു ടോൾ ഫീസ് പ്ലാസ കടന്നു പോകുന്നത് ഒരു ട്രിപ്പായാണ് കണക്കാക്കുക. ഇരുവശത്തേക്കുമുള്ള യാത്രയാണെങ്കിൽ 2 ട്രിപ്പായും പരിഗണിക്കും. വാണിജ്യേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്വകാര്യ കാർ, ജീപ്പ്, വാൻ എന്നിവയ്ക്ക് മാത്രമാകും നേട്ടം. ട്രക്കുകൾ, ടെമ്പോകൾ പോലുള്ളവയ്ക്ക് പാസ് ലഭിക്കില്ല. ഫാസ്ടാഗ് പാസ് അതിവേഗ പാതകളിലും ഉപയോഗിക്കാം. ഫാസ്ടാഗിന്റെ വാർഷിക പാസ് ദേശീയപാത അതോറിറ്റികൾക്ക് കീഴിൽ വരുന്ന ദേശീയപാത, ദേശീയ അതിവേഗ പാതകളിലെ ടോൾ ഫീസ് പ്ലാസകളിലെല്ലാം വാർഷിക ഫീസിനുള്ള ഫാസ്ടാഗ് പാസ് ഉപയോഗിക്കാം. എന്നാൽ സംസ്ഥാന സർക്കാരുകളുടെയും ബ്ലോക്കുകളുടെയും കീഴിലുള്ള ടോൾ ഇടങ്ങളിൽ സാധാരണ ഫാസ്ടാഗ് വഴി ടോൾ നൽകേണ്ടി വരും. 200 ട്രിപ്പ് പൂർത്തിയായാൽ വാർഷിക പാസ് മാറി ഫാസ്ടാഗ് സാധാരണ രീതിയിലേക്ക് മാറും. വീണ്ടും വാർഷിക പാസ് എടുത്ത് റീആക്ടിവേറ്റ് ചെയ്യും. രാജ്മാർഗ് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും AHAI വെബ്സൈറ്റ് വഴിയും വാർഷിക പാസ് എടുക്കാനാകും. വാഹൻ ഡാറ്റാബേസിലെ വാഹന നമ്പർ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള വാഹനമാണെന്ന് നോക്കിയാണ് പാസ് അനുവദിക്കുക. വെരിഫിക്കേഷൻ പൂർത്തിയായി വാർഷിക പാസിന് അർഹതയുണ്ടെന്ന് കണ്ടെത്തിയാൽ 3000 രൂപ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം. 2 മണിക്കൂറിനകം ഇത് പ്രാബല്യത്തിലാകുമെന്ന് അതോറിറ്റി അറിയിച്ചു. നിലവിലുള്ള ഫാസ്ടാഗിൽ തന്നെ വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാം. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫാസ്ടാഗിൽ മാത്രമാകും സേവനം ലഭ്യമാകുക. വാർഷിക പാസ് രജിസ്റ്റർ ചെയ്ത ശേഷം മറ്റു വാഹനങ്ങളിൽ ഒട്ടിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ഉപയോഗിച്ചാൽ പാസ് സ്വയം ഡീആക്ടിവേറ്റ് ആകും. രജിസ്റ്റർ ചെയ്ത വാഹനത്തിന്റെ മുന്നിലെ വിൻഷീൽഡ് ഗ്ലാസിൽ തന്നെ ഫാസ്ടാഗ് ഒട്ടിക്കണമെന്നും NHAI വ്യക്തമാക്കുന്നു. ന്യൂസ് ബ്യൂറോ, കേരള പ്രണാമം.